കിറ്റക്സ് സാബുവിൻ്റെ ആറ്റം ബോംബ് കഥയറിഞ്ഞിട്ടും അന്തംകമ്മികൾക്കും സൈബർ സഖാക്കൾക്കും പോരാളി ഷാജിമാർക്കും ചോര തിളയ്ക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, സാബുവിനെ ചൊറിഞ്ഞാൽ സാബു മാന്തുകയല്ല പപ്പടം പൊടിക്കും പോലെ പൊടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് സാബുവിനോട് പോരിന് നിൽക്കേണ്ടെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണഭൂതൻ്റെ കരൾ പിളർക്കുന്ന ഐറ്റമാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിൻ്റെ കയ്യിലുള്ളത്. 32 ദിവസം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പിണറായി വിജയനെ പരിചരിച്ച സാബുവിനെ കുന്നത്തുനാട് MLA ദ്രോഹിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചെങ്കിൽ എന്ത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അളം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പോലെ ഗതികെട്ടാണ് സാബു ഇത്തരത്തിൽ പ്രതികരിച്ചത്. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കൾ ഇരുട്ടിൻ്റെ മറവിൽ സാബുവിൻ്റെ വീട്ടിൽ ചെന്ന് വലിയ തുക സംഭാവന വാങ്ങുക പതിവാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്തും പല നേതാക്കളും പണം പറ്റി. എന്നിട്ട് ഉപദ്രവിക്കാതെയെങ്കിലും ഇരുന്നൂടെ? തരം കിട്ടിയാൽ സാബുവിനെ താഴെ വലിച്ചിടാനുള്ള എല്ലാ നാറിയ കളികളും ഇക്കൂട്ടർ കളിക്കും. യാഥാർത്ഥ്യം എന്തെന്നറിയാതെ ഈ പാർട്ടിയുടെ അണികൾ ഉറഞ്ഞു തുള്ളും. പരമ്പരാഗത പാർട്ടികളുടെ ദുഷ്ടത്തരം സഹിക്കാതെയാണ് ജനം V4 കൊച്ചി, ആം ആദ്മി പാർട്ടി, 2020 എന്നിവയുടെ ഭാഗമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്യു കൊൾനാടൻ മാസപ്പടി ആരോപണം ഉന്നയിച്ചതിനു ശേഷം അദ്ദേഹത്തിനെതിരെ CPM നടത്തിയ വേട്ടയാടൽ നാം എല്ലാം കണ്ടതാണ്. എന്തുകൊണ്ട് ആ പരാക്രമം സാബു ജേക്കബിനോട് കാണിക്കുന്നില്ല? മടിയിൽ കനമില്ലെന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പ്രതികരിക്കാത്തതെന്താ? കൺവീനർ ചിറ്റപ്പനും ബാലൻ വക്കീലും ഗോവിന്ദൻ മാഷും ക്യാപ്സൂളുകൾ പോലും പുറത്തിറക്കുന്നില്ല. ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുന്ന ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന വീരവാദം മുഴക്കിയ പിണറായി പവനായി. സാബു ഉന്നയിച്ച അതീവ ഗൗരവമായ ആരോപണങ്ങളോട് പ്രതികരിക്കാനുള്ള ശക്തി പോലും പിണറായി വിജയന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീണയെ അകത്താക്കാനുള്ള ബോംബ് തൻ്റെ കയ്യിലുണ്ടെന്ന സാബുവിൻ്റെ വെല്ലുവിളി അത്ര നിസ്സാരമായ കാര്യമല്ല. കേരളത്തിലെ എന്നല്ല, രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കുമെതിരെ ആരും നടത്താത്ത പരാമർശമാണ് സാബു നടത്തിയത്. വീണ ചെറിയ മീനല്ലെന്നും പക്ഷേ വല പൊട്ടിച്ച് ചാടുമെന്ന മാധ്യമപ്രവർത്തകനായ റെജിമോൻ കുട്ടപ്പൻ പറഞ്ഞതും ബാബുവിൻ്റെ വെല്ലുവിളിയും കൂട്ടി വായിക്കേണ്ടതുണ്ട്. CMRലുമായി മാത്രമല്ല, അതിനപ്പുറമുള്ള ഇടപാടുകൾ വീണയുടെ കമ്പനി നടത്തിയിട്ടുണ്ടാകാം. ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വീണ ചെയ്ത നിയമവിരുദ്ധ നടപടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരികയാണ് സാബു ചെയ്യേണ്ടത്. അല്ലാതെ സ്വന്തം അറസ്റ്റ് ഒഴിവാക്കാനായി, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കരുത്. 2020യുടെ ജനവിശ്വാസം കൂടുന്നതിനും നാട് മുടിപ്പിക്കാനായി ഭരിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരുന്നതിനും സാബു തയ്യാറാകണം. വീണ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കൈയിട്ട് വരുന്ന അണ്ണന്മാർക്കെല്ലാം ഭയമുണ്ടാകും. നികുതിപ്പണവും അല്ലാതെയുള്ള പണവും കൈയിട്ട് വരാൻ ഇക്കൂട്ടർ മടിക്കും. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാലേ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വികസന മുരടിപ്പിൽ നിന്നും കേരളത്തിന് കരകയറാനാകൂ. സാബുവുമായി ഏറ്റുമുട്ടലിനില്ല. കാലിൽ വീണ് മാപ്പിരക്കാനാണ് കാരണഭൂതൻ്റെയും ഭൂതഗണങ്ങളുടെയും തീരുമാനമെന്നറിയുന്നു. സാബുവിനെ പിണക്കുന്നത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് ഇവർക്കറിയാം. സാബുവോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അഴിമതിയുടെ കറപുരലാത്ത ഗണത്തിലുള്ളതാണ്. അവർ ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ സർവ്വചെലവും വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ് 27 കോടി രൂപ കഴിഞ്ഞ തവണ മിച്ചം പിടിച്ചിരുന്നു. CPM ആണല്ലോ സംസ്ഥാനത്തെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത്. എന്താണ് അവിടങ്ങളിലെ സ്ഥിതിയെന്ന് അന്വേഷിച്ചാൽ അറിയാം. മര്യാദയ്ക്ക് ജനസേവനം നടത്തുന്നവരെ തൊലയ്ക്കാനും ജനദ്രോഹം നടത്തുന്നവരെ വളർത്താനുമാണ് പരമ്പരാഗത പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ അധികാരത്തിലേറെ മുൻപ് വരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്: മക്കളെ എങ്ങനെ വളർത്തണം, ഭാര്യയെ എങ്ങനെ നിർത്തണമെന്നൊക്കെ പിണറായിയെ കണ്ടു പഠിക്കണം. കോടിയേരിക്ക് അതിനുള്ള കഴിവില്ലെന്നും ഇന്നിപ്പോൾ കോടിയേരിയുടെ മക്കളെ വെല്ലുന്ന തരത്തിലാണ് വീണയുടെ സാമ്രാജ്യം വളർന്നിരിക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും സംസ്ഥാന സെക്രട്ടറിയോ പാർട്ടി നേതൃത്വമോ യാതൊന്നും മിണ്ടുന്നില്ല. CMRലിനെ മറയാക്കി മുഖ്യമന്ത്രി 100 കോടിയോളം രൂപയാണ് വാങ്ങിയതെന്ന് മാത്യു കൊൾനാടൻ ആരോപിക്കുന്നു. മണിച്ചിത്രത്താഴിൽ യഥാർത്ഥ രോഗിയായ ഗംഗ മൗനം പാലിക്കുമ്പോഴും ശ്രീദേവിയാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. അതുപോലെയാണ് മാസപ്പടിയും. വീണ 2 കോടി രൂപയ്ക്ക് താഴെയാണ് വാങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ബാക്കി തുക ആര് കൊണ്ടുപോയി? അയാളല്ലേ യഥാർത്ഥ പ്രതി? ഭാഗ്യവശാൽ അതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയുന്നില്ല എന്നതാണ് കാരണഭൂതൻ്റെ വിജയരഹസ്യം. പക്ഷേ സാബുവിൻ്റെ കാലിൽ ഭൂതൻ വീണ് മുറുകെ പിടിച്ചിരിക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് കരക്കമ്പി.